ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീതയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത ഭാഗം 2, 4-ാം ശ്ലോകം, അധ്യായം 1. അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുനസമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥാ. ഈ വരികളുടെ അർത്ഥം: ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഈ വരികളുടെ ഭാവാർത്ഥം: ആയോധന കലയിൽ ദ്രോണാചാര്യർക്കുള്ള പാടവമോർക്കുമ്പോൾ ധൃഷ്ടദ്യുമ്നനെ ഒരു മികച്ച എതിരാളിയായി കരുതാനില്ല. എങ്കിലും പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട്. ഭീമാർജുനന്മാരെ പോലെ ഭീഷണരാണവരും. വിജയത്തിൻ്റെ വഴി വിലക്കുന്ന ആ പ്രതിയോഗികളെ ദുര്യോധനൻ എടുത്തു പറയുന്നു. ഭീമാർജുനന്മാരുടെ കരുത്തിനെപ്പറ്റി അദ്ദേഹം തികച്ചും ബോധവാനായിരിക്കുന്നതിനാലാണ് മറ്റു യോദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്തിയത്. ശ്ലോകം 5. ദൃഷ്ടകേതുശ്ചേകിതാനാ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവാ. ഇതിൻ്റെ അർത്ഥം, അതായത് ഈ വരികളുടെ അർത്ഥം: ദൃഷ്ടകേതു, ചേകിതാനൻ, കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കൾ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. ശ്ലോകം 6. യുധാമന്യശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദയാശ്ച സർവ ഏവ മഹാരഥാ. ഈ വരികളുടെ അർത്ഥം: കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമൗജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടായേ താനി ബോധദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഈ വരികളുടെ അർത്ഥം: ബ്രാഹ്മണോത്തമ, എൻ്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ശ്ലോകം 8. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയാ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ഈ വരികളുടെ അർത്ഥം എന്തെന്നാൽ: യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ, ഭീഷ്മർ, കർണൻ, കൃപർ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തൻ്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരുമുണ്ട്. ഈ വരികളുടെ ഭാവാർത്ഥം: സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണി പറയുന്നു. യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനൻ്റെ സഹോദരനും അശ്വത്ഥാമാവ് ദ്രോണൻ്റെ പുത്രനും സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബാഹ്ലീക രാജാവിൻ്റെ മകനുമാണ്. പാണ്ഡുവുമായുള്ള വിവാഹത്തിനു മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാകിയാൽ അർജുനൻ്റെ ഭ്രാതാവാണ് കർണൻ. ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരീ ഭർത്താവും. ശ്ലോകം 9. അന്യേ ച ബഹവാ ശൂരാ മർത്യേ ത്യക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം: എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാനൊരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. ഈ വരികളുടെ ഭാവാർത്ഥം: ജയദ്രഥൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കുവാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനൻ്റെ പക്ഷത്തു ചേർന്നുകൊണ്ടു തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു.
എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. ശ്ലോകം 10. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. 10ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഈ വരികളുടെ ഭാവാർത്ഥം: രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ്. തൻ്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ള കൈകളിൽ സുരക്ഷിതവുമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. മറിച്ച് പാണ്ഡവരുടെ സൈന്യം പരിമിതവും ഏറെ യുദ്ധപരിചയമൊന്നുമില്ലാത്ത ഭീമൻ രക്ഷിക്കുന്നതുമാണ്. ഭീഷ്മരോടൊത്ത് നോക്കുമ്പോൾ ഭീമൻ വെറും നിസ്സാരനാണ്. ദുര്യോധനന് എന്നും ഭീമനോട് അസൂയ ഉണ്ടായിരുന്നു. കാരണം താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് ഭീമൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടു തന്നെ. എങ്കിലും ഭീമനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മൻ്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യുദ്ധത്തിൽ നിശ്ചയമായും വിജയശ്രീലാളിതനാകുമെന്ന് കരുതി. ഇനി ശ്ലോകം 11. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാ ഭീഷ്മേവാഭിരക്ഷതോ ഭവന്ത സർവ ഏവ ഹി. ഈ വരികളുടെ അർത്ഥം: സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മപിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. ഈ വരികളുടെ ഭാവാർത്ഥം: താൻ ഭീഷ്മരെ പുകഴ്ത്തിപ്പറഞ്ഞ് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായി നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു. സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മപിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചിരിക്കുകയാണെന്നത് ദുര്യോധനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അർജുന പത്നിയായ ദ്രൗപദി പ്രമുഖ സേനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങളഴിക്കപ്പെടാൻ നിർബന്ധിതയായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും ആ രണ്ടുപേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായില്ലല്ലോ. ആ രണ്ടു പേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്കറിയായകയല്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചതു തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു. അടുത്തതായി ശ്ലോകം 12. തസ്യ സംജനയൻ ഹർഷം കുരു വൃന്ദപിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം: അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ശംഖെടുത്ത് ഊതി. ഈ വരികളുടെ ഭാവാർത്ഥം: കുരുപിതാമഹന് പൗത്രൻ്റെ അന്തർഗതമറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ സിംഹോപമപ്രതാപത്തിനു ഒത്തവിധം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശംഖിൻ്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ്. അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും. അടുത്തതായി ശ്ലോകം 13. തദശങ്കാശ്ച ഭീര്യശ്ച പണവാനകഗോമുഖാ സഹസൈവാഭ്യഹന്യന്താസ ശബ്ദസ്തുമോ ലോഭവത്. ഈ വരികളുടെ അർത്ഥം എന്തെന്നാൽ:
അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടുമുയർന്നു. യുദ്ധരംഗത്ത് കോലാഹലമായി. നമ്മളിതുവരെ അധ്യായം 1 ശ്ലോകം 13 വരെ വിവരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ശ്ലോകം 14 മുതൽ നമുക്ക് വിവരിക്കാം. അതുവരെ കാത്തിരിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ, രാധേ രാധേ.